ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം സാധാരണ കാലം 18 ഞായർ. മത്തായിയുടെ സുവിശേഷത്തിലെ 14 അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ് സുവിശേഷ വായന. മത്തായിയുടെ സുവിശേഷം അതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടനയുണ്ട്. വളരെ ശക്തമായിട്ടുള്ള സന്ദേശം നൽകുന്ന ഒരു ഘടന തന്നെയുണ്ട് ആ സുവിശേഷത്തിന്. ഞാൻ ഇടയ്ക്ക് വെച്ച് പറയാം, എല്ലാം പറയാൻ നിൽക്കാതെ ഇടയ്ക്ക് വെച്ച് പറയാണ്. ഈ 9-10 അധ്യായങ്ങളിൽ 10 അത്ഭുതങ്ങൾ, കർത്താവ് പ്രവർത്തിച്ച 10 അത്ഭുതങ്ങൾ 9-10 അധ്യായങ്ങളിൽ. 11-12 അധ്യായങ്ങളിൽ യേശുവിനെ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുന്നവരുടെ ഇങ്ങനെ പല ഗണങ്ങൾ. കർത്താവിനെ തെറ്റിദ്ധരിക്കാം, അല്ലെങ്കിൽ എതിർക്കാം, അങ്ങനെയുള്ളവർ. അപ്പോൾ ഈ എല്ലാ തുറകളിലുള്ളവരും ഇങ്ങനെ എതിർക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോൾ ശിഷ്യന്മാർക്കൊരു സംശയം ഉണ്ടാകുന്നു. ഇവനിൽ തുടങ്ങി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈ ദൈവരാജ്യം അതിനെന്ത് സംഭവിക്കും? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരാളാണ്. ദൈവം നസറത്തിലെ ഈശോയിൽ ഈ ഭൂമിയിൽ വന്ന് ഈ ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അതാണ് ഈ ദൈവരാജ്യം എന്ന് പറയണേ. പക്ഷെ അത് എല്ലാവരും എതിർക്കുന്നു. സ്വന്തം വീട്ടുകാർ തെറ്റിദ്ധരിക്കുന്നു, ശിഷ്യന്മാർ തെറ്റിദ്ധരിക്കുന്നു, സ്നാവികനും തെറ്റിദ്ധരിക്കുന്നു, മതനേതാക്കൾ എതിർക്കുന്നു. അപ്പോൾ ഇതിനെന്ത് സംഭവിക്കും? അതാണ് ഈ 11-12 അധ്യായങ്ങളിൽ ചോദ്യം. അതിന് മറുപടിയായിട്ടാണ് 13-ാമത്തെ അധ്യായത്തിൽ 7 ഉപമകൾ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള 7 ഉപമകൾ കർത്താവ് പറയണേ. കടുകുമണി പോലെയാണ്, വളരെ ചെറുതാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അത് പൊട്ടിമുളയ്ക്കും. അപ്പോൾ ദൈവരാജ്യം വലിയ സാമ്രാജ്യം പോലെ അങ്ങനെ തോന്നിച്ചാലും വളരെ ചെറിയ തോതിലാണത് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല ഉപമകൾ പറഞ്ഞിട്ടാണ് കർത്താവ് ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്നത്. ഇതെല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ 13-ാമത്തെ അധ്യായം. 14-ാമത്തെ അധ്യായത്തിൽ അവിടെ ഒരു ദുരന്ത വാർത്തയുണ്ട്. സ്നാപയോഹന്നാനെ അറസ്റ്റ് ചെയ്യുന്ന വാർത്തയൊക്കെ ഉണ്ട്. സ്നാപയോഹന്നാൻ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ ദുരന്തമാണ്. ആ സമയത്ത് കർത്താവ് പിൻവാങ്ങുകയാണ്, മരുഭൂമിയിലേക്ക് പിൻവാങ്ങുക. എന്നിട്ട് ഈ 5 അപ്പം കൊണ്ട് സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 പുരുഷന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അതിലത്തെ ആ സന്ദർഭവും അതിലുപയോഗിച്ച വാക്കുകളെല്ലാം നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. അതൊരു യഹൂദ ജനക്കൂട്ടമായിരുന്നു. ഒരു യഹൂദ ജനക്കൂട്ടം, സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 പുരുഷന്മാർ വരുന്ന ഒരു യഹൂദ ജനക്കൂട്ടത്തിന് കർത്താവ് അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുകയാണ്. ഈ അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന ആ അത്ഭുതം, ഒന്നാമത്തെ കാര്യം 4 സുവിശേഷകന്മാരും വർണ്ണിച്ചിരിക്കുന്ന ഏക അത്ഭുതമാണത്. 4 സുവിശേഷകന്മാരും വർണ്ണിച്ചിരിക്കുന്ന ഏക അത്ഭുതം. അപ്പോൾ അതുതന്നെ പ്രധാനപ്പെട്ടത്. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ മൊത്തം 6 വിവരണങ്ങളുണ്ട്. മറ്റൊരു സംഭവത്തിനും ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണിത്? വിശുദ്ധ കുർബാനയുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് ഈ അത്ഭുതത്തിന് ഇത്രമാത്രം പ്രാധാന്യം വന്നത്. കർത്താവ് ഈ കുർബാന സ്ഥാപിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേ വാക്കുകളാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു വിതരണം ചെയ്യുക. അപ്പോൾ ആ ഫോർമുല, കൂദാശയുടെ ഫോർമുല പോലും ഇവിടെ സന്നിഹിതമാണ്. എന്നാൽ ഇത് കൂദാശയല്ല താനും. അപ്പോൾ കൂദാശയുമായിട്ട് ബന്ധമുണ്ട്, അതിലേക്കൊരു ഒരുക്കം നടത്തുകയാണ്. ഇതൊരു യഹൂദ ജനക്കൂട്ടമാണ്. ഈ യഹൂദ ജനക്കൂട്ടത്തിന് ഈ അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്നതിലൂടെ ആ ജനക്കൂട്ടത്തെ ഒരു സമൂഹമായി സമുദായമായി മാറ്റുകയാണ്. ഒരു യൂക്കറിസ്റ്റിക് സമുദായമായി മാറ്റുകയാണ്. ദിവ്യകാരുണ്യ സമൂഹമായി മാറ്റുകയാണ്. ഇതാണ് 14-ാമത്തെ അധ്യായത്തിൽ. 15-ാമത്തെ അധ്യായത്തിൽ വിജാതിരുടെ ദേശത്തേക്ക് പോകുകയാണ് കർത്താവ്. പാലസ്തീനയുടെ വടക്ക് വശത്തുള്ള സ്ഥലത്തേക്ക്, ഫിനീഷ്യൻ നഗരങ്ങളിലേക്ക് പോകുകയാണ്. ടയർ, സീദോൻ പ്രദേശങ്ങളിലേക്ക് പോകുകയാണ്. അവിടെ കാനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. സീറോഫിനീഷ്യൻ സ്ത്രീ എന്നാണ് മർക്കോസ് പറയണേ, സുറിയാനി സംസാരിക്കുന്ന സ്ത്രീ. അങ്ങനെ കർത്താവും അവളുമായി സംഭാഷണം, അങ്ങനെയുള്ള ഈ വിജാതിയരുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ് 15-ാമത്തെ അധ്യായത്തിൽ. അവിടെ നമ്മൾ 2ാമത്തെ അപ്പം വർധന കാണുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും സന്ദർഭവും എല്ലാം അതൊരു വിജാതീയ ജനക്കൂട്ടമായിരുന്നതാണ്. വിജാതീയ ജനക്കൂട്ടം, 4000 പേര് വരുന്ന വിജാതീയ ജനക്കൂട്ടം, സ്ത്രീകളും കുട്ടികളും ഒഴികെ 4000 പേര്. അപ്പോൾ ഒരു വിജാതീയ ജനക്കൂട്ടത്തെ ഈ അപ്പം വർദ്ധിപ്പിച്ച് അവരൊരു ദിവ്യക്കാരൻ്റെ സമുദായമായി രൂപാന്തരപ്പെടുത്തുകയാണ് 15-ാമത്തെ അധ്യായം. അത് കഴിഞ്ഞിട്ടാണ് കർത്താവ് അവിടെ നിന്നും വടക്ക് നിന്നും തെക്കോട്ട് യാത്ര ചെയ്യുകയാണ് കേസറിയ ഫിലിപ്പ് വഴി. കേസറിയ ഫിലിപ്പിൽ വെച്ചിട്ടാണ് കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നത്, പത്രോസിനോട് മറ്റ് അപ്പസ്തലന്മാരും ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയണേ, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയണേ എന്നെല്ലാം പറഞ്ഞിട്ട് പത്രോസ് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ
ഈ പാറപ്പുറത്ത് ഞാൻ എൻ്റെ പള്ളി പണിയുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യാണ്. പത്രോസാകുന്ന പാറപ്പുറത്ത് ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. നിനക്ക് കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നിനക്ക്, നിങ്ങൾക്ക് നല്ല പറഞ്ഞിരിക്കുന്നത് നിനക്ക്, അതായത് പത്രോസിനും പിൻഗാമികൾക്കും. അപ്പോൾ ഈ ഘടന നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പറയട്ടെ. ഇത് 16-ാമത്തെ അധ്യായം. ഈ സഭ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് സഭയുടെ സ്വഭാവത്തെക്കുറിച്ച് വലിയ തർക്കമുണ്ടായി. ഈശോയും പത്രോസും തമ്മിലാണ് തർക്കം. അതായത് സഭയുടെ സ്ഥാപകനും സഭയുടെ ഒന്നാമത്തെ തലവനും തമ്മിൽ, മാർപ്പാപ്പയും തമ്മിലാണ് തർക്കം. അതായത് ഈശോ പറയുന്നത് ഇത് ഒരു പാഷൻ ഓറിയൻറ്റഡ് കമ്മ്യൂണിറ്റി, സഹനത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സമുദായമാകണമെന്നാണ് കർത്താവ് പറയണേ. അതാണ് ഒന്നാമത്തെ പീഡാനുഭവ പ്രവചനം, രണ്ടാമത്തെ പീഡാനുഭവ പ്രവചനം, മൂന്നാമത്തെ പീഡാനുഭവ പ്രവചനം. അതിങ്ങനെ കർത്താവ് ആവർത്തിച്ച് പറയുകയാണ്, സഹിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒരു സമുദായമായിരിക്കണം ഈ സഭ എന്നാണ്. അത് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കണം. ആ മനുഷ്യപുത്രൻ്റെ സഭയും അവൻ്റെ സഹനം തുടരണം. ആ സഹനങ്ങൾ തുടരേണ്ടതുണ്ട്. അതിലൂടെയാണ് രക്ഷ കൈമാറ്റം ചെയ്യപ്പെടുക എന്നുള്ളതാണ് കർത്താവ് പറയുന്ന കാര്യം. പക്ഷേ സഹിക്കാൻ ആർക്കും ഇഷ്ടം, വേദന ആർക്കാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് വേണ്ടിയും നമ്മുടെ പ്രതികരണമായിട്ടും പത്രോസ് കർത്താവിനോട് തർക്കിക്കുകയാണ്. നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ, ഞങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. സഭയ്ക്ക് ഇങ്ങനെ സഹിക്കുന്ന സമുദായമൊന്നും നിൽക്കേണ്ട കാര്യമില്ല, എപ്പോഴും വിജയിച്ച് നിൽക്കുന്ന സമുദായമായി നിൽക്കണമെന്നൊക്കെയാണ് പത്രോസിൻ്റെ ഭാഷ്യം. ഈ തർക്കം വന്നു കഴിഞ്ഞപ്പോൾ അത് പരിഹരിക്കാൻ, അതായത് സഭയുടെ സ്ഥാപകനും സഭയുടെ ആദ്യത്തെ തലവനും തമ്മിലാണ് തർക്കം. അപ്പോൾ ചെറിയ തർക്കമൊന്നുമല്ല. അപ്പോൾ സ്വർഗം ഇടപെടേണ്ടി വന്നു. ആ സ്വർഗം ഇടപെടുന്നതാണ് 17-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്, രൂപാന്തരി ഭാവം. അവിടെ രൂപാന്തരി ഭാവത്തിൽ കർത്താവ് പത്രോസിനും 2 സാക്ഷികളായിട്ട് യോഹന്നാനും യാക്കോബിനെയും കൊണ്ടുപോയി. അവിടെ വെച്ച് എന്താണ് സംഭവിച്ചത്? സ്വർഗം തുറക്കപ്പെട്ട് ദൈവപിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അവനെ കേൾക്കുക. അവൻ പറയുന്നതാണ് ശരി, ഈശോ പറയുന്നതാണ് ശരി, അവനെ കേൾക്കുക. അതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് 18-ാമത്തെ അധ്യായത്തിൽ സഭ എങ്ങനെ ആയിരിക്കണമെന്ന് സംബന്ധിച്ച കർത്താവിൻ്റെ പ്രഭാഷണം, സഭയെ സംബന്ധിക്കുന്ന പ്രഭാഷണമാണ് 18-ാമത്തെ അധ്യായത്തിൽ. 19, 20 അധ്യായങ്ങളിലൊക്കെ സഭയിൽ കല്യാണം എങ്ങനെയായിരിക്കണം, വിവാഹമോചനം എങ്ങനെ അനുവദിക്കാൻ പറ്റുമോ, മക്കൾ, സമ്പത്ത്, ഇത് കാര്യങ്ങളാണ് 19-ാമത്തെ അധ്യായം തൊട്ട് വരുന്നത്. ചുരുക്കത്തിൽ ആ ഘടന നോക്കിയാൽ ഞാൻ 9 തൊട്ട് തുടങ്ങിയത്, നമുക്കിതിൽ പുറകിലോട്ടും പോകാം, അങ്ങോട്ടും പോകാം. അപ്പോൾ ഈ ഒരു ഘടനയിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? 1, 2 അപ്പം വർധന. ഒന്നാമത്തത് ഒരു യഹൂദ ജനക്കൂട്ടത്തിന്, അതിനെ ദിവ്യീകരണ സമുദായമായി മാറ്റുകയാണ്. രണ്ടാമത്തത് വിജാതി ജനക്കൂട്ടത്തിന്, അതിനെ ഒരു ദിവ്യീകരണ സമുദായമായി മാറ്റുകയാണ്. ഈ 2 സമുദായങ്ങളുടെയും പ്രതിനിധിയായിട്ടാണ് കേസറിയ ഫിലിപ്പ് എന്ന വിജാതി നാട്ടിൽ വെച്ച് യഹൂദനായ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഒരൊറ്റ വിശ്വാസമേ ഉള്ളൂ. അപ്പോൾ ഒരു വിശ്വാസി സമുദായം അത് ആരാധന പോലെ ഏറ്റു പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ പല ദിവ്യീകരണ സമുദായങ്ങളുണ്ട്, പക്ഷെ ഒരൊറ്റ വിശ്വാസി കൂട്ടായ്മയേ ഉള്ളൂ. പല ദിവ്യീകരണ സമുദായങ്ങളുണ്ട്, പക്ഷെ ഒരൊറ്റ വിശ്വാസ കൂട്ടായ്മയേ ഉള്ളൂ. ഇതാണ് സഭ എന്ന് പറയുന്നത്. ഒരു ആരാധന സമൂഹമാണ്, വിശ്വാസ സമൂഹമാണ്. അത് വേറൊരു സംഘടനയല്ല, വിശ്വാസി സമൂഹമാണ്, അതൊരു ആരാധന സമൂഹമാണ്. അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഈശോയിലുള്ള വിശ്വാസം പത്രോസ് പ്രഖ്യാപിക്കുന്നത്. ഒരൊറ്റ വിശ്വാസി സമുദായം അല്ലെങ്കിൽ ആരാധന സമൂഹം, പക്ഷേ പല ദിവ്യീകരണ സമുദായങ്ങൾ. അതായത് സഭ എന്ന് പറയുന്നത് വിവിധ സഭകളുടെ കൂട്ടായ്മയാണ് എന്ന സംഗതി കർത്താവീശോമിശിഹ തന്നെയാണ് നിശ്ചയിച്ചത്. എന്നിട്ട് നമ്മുടെ ചില ധ്യാനഗുരുക്കന്മാർ പല റീത്തുകൾ വേണ്ട, ഒരു റീത്ത് മതി, അത് ലത്തീൻ റീത്ത് മതി എന്ന് സീറോ മലബാർ അച്ഛന്മാർ ലത്തീനിൽ പോയിട്ട് അത് മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. വലിയ ധ്യാനഗുരുക്കന്മാരാണ്, ഞാനവർ വിമർശിക്കാൻ ആളല്ല. എങ്കിലും ഇതൊക്കെ തിരുവചനങ്ങൾക്കെതിരല്ലേ? ഞാൻ ഈ പറഞ്ഞ സംഗതികൾ തിരുവചനമല്ലേ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, ഞാൻ പറഞ്ഞതൊക്കെ അവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ ഒരു സഭ അത് ആരാധന സമൂഹമാണ്, വിശ്വാസി കൂട്ടായ്മയാണ്. അത് ഒന്നേ ഉള്ളൂ. പക്ഷെ അത് എന്ന് പറയുന്നത് പല സമുദായങ്ങളുടെ, ദിവ്യീകരണ സമുദായങ്ങളുടെ, ലിറ്റർജിക്കൽ സമുദായങ്ങളുടെ, ആരാധനക്രമ സമുദായങ്ങളുടെ കൂട്ടായ്മയാണ്. ഇത് കർത്താവ് നിശ്ചയിച്ചതാണ്. അതുകൊണ്ടാണ് പൗലോസിലേക്ക് പറയുന്നത്, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ അവൻ സഭ സ്ഥാപിച്ചു. അപ്പസ്തോലന്മാർ 12 പേര്, പ്രവാചകന്മാർ പൗലോസിനെ പോലെ ഇങ്ങനെ സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്നവരും അവരെയാണ് ഈ പ്രവാചകന്മാരെന്ന് പുതിയ നിയമത്തിൽ പറയണേ. അവരുടെ മേലാണ് കർത്താവ് സഭ സ്ഥാപിച്ചത്. കർത്താവ് ഐക്യതയെ സൂചിപ്പിക്കുന്നെങ്കിൽ ഈ 12 അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ബഹുസ്വരതയെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ്. 24 വ്യക്തിഗത സഭകൾ കൂട്ടായ്മ, വിശ്വാസം, കൂറാശകളൊക്കെ ഒന്ന്, പക്ഷെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിൻ്റെ ആരാധനക്രമം വ്യത്യാസം.
അതിൻ്റെ അച്ചടക്കം, ഡിസിപ്ലിൻ വ്യത്യാസം. അപ്പോൾ ഒരേ ഹൈറാർക്കിയുടെ കീഴിലാണ്, പക്ഷേ ആ ബഹുസ്വരതയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംഗതിയാണ്. ഓരോ സഭയും അതിൽ ഐക്യതയുണ്ടാകണം. ബഹുസ്വരത എന്ന് പറയുന്നത് ഓരോ രൂപതയ്ക്കും ഓരോ കാര്യം എന്നല്ല. ഒരു 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 സഭയ്ക്ക് ഒരു രീതി, ഒരു സഭയ്ക്ക് ഒരു രീതി, ഓരോ അച്ഛനും ഓരോ രീതി, ഓരോ രൂപതയ്ക്കും ഓരോ രീതി, ഓരോ ഇടവയ്ക്കും ഓരോ രീതി. അങ്ങനെയല്ല. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ ഐക്യത ഞാൻ പറയണേ. തീർച്ചയായിട്ടും എല്ലാ ഇടവകളും ഒരുപോലെയല്ല, എല്ലാ രൂപതകളും ഒരുപോലെയല്ല. പക്ഷേ ആരാധനാക്രമത്തിൽ ഒരുപോലെ ആയിരിക്കണം. അടിസ്ഥാനപരമായ കൂതാശകളിലും ആരാധനാക്രമത്തിൽ ഒരുപോലെ ആയിരിക്കണം. കാരണം ആരാധനാക്രമമാണ് സഭയുടെ ഐക്യതയെ ഊട്ടിയുറപ്പിക്കുന്നത്. കാരണം ആരാധനാക്രമമാണ് വിശ്വാസത്തിൻ്റെ ആഘോഷം. നാം എന്ത് പ്രാർത്ഥിക്കുന്നു, എങ്ങനെ വിശ്വസിക്കുന്നു, രണ്ടും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആരാധനാക്രമമാണ് നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നത്. ഒരേ വിശ്വാസമാണെങ്കിലും പ്രഖ്യാപനത്തിൽ വ്യത്യാസമുണ്ട്. അത് നമ്മുടെ സാംസ്കാരികവും ശ്ലൈഹികവുമായ അന്തരങ്ങളെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഈ ആരാധനാക്രമങ്ങളൊക്കെ രൂപപ്പെട്ടത്. ചുരുക്കത്തിൽ ഈ സഭകളുടെ കൂട്ടായ്മ എന്നത് രണ്ടാമത്തെ സുഗന്ധസ് കണ്ടെത്തിയതോ അപ്പസ്തോലന്മാർ കണ്ടുപിടിച്ചതോ ഒന്നുമല്ല, കത്തോലിക്ക സഭ കണ്ടുപിടിച്ചതല്ല. നമ്മുടെ കർത്താവ് യേശു മിശിഹ തൻ്റെ മനസ്സ് വെളിപ്പെടുത്തി, സുവിശേഷങ്ങൾ വെളിപ്പെടുത്തിയതനുസരിച്ചാണ്. അപ്പോൾ ഇത് അംഗീകരിക്കാനും പരസ്പരം ബഹുമാനിക്കാനും ഈ സഭകൾ പരസ്പരം ബഹുമാനിക്കാനും ഒക്കെ പഠിക്കണം. നമ്മൾ വിഭാഗീയതയുടെ ഈ അംശങ്ങൾ കണ്ടെത്തി അതിനെ പർവ്വതീകരിച്ച് പോകാതെ ഐക്യതയുടെ, അതേസമയം വ്യതിരിക്തത പാലിച്ചുകൊണ്ട് ഐക്യതയുടെ അടയാളങ്ങളായി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിളി. ഞാൻ ആവർത്തിക്കുന്നു, സഭകളുടെ കൂട്ടായ്മ എന്നത്, അതായത് പല ദിവ്യീകരണ സമുദായങ്ങൾ ഒരൊറ്റ സഭ എന്നത് കർത്താവ് യേശു മിശിഹായുടെ ഹിതമായിരുന്നു. അവൻ വെളിപ്പെടുത്തിയതാണ് സുവിശേഷങ്ങളിലൂടെ. അത് അംഗീകരിക്കാനും പരസ്പരം അംഗീകരിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഇതെല്ലാം ഈ പല സഭകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇത് ആവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. ഇപ്പം ലത്തീൻ സഭയുണ്ട്, സീറോ മലങ്കര സഭയുണ്ട്, പിന്നെ സീറോ മലബാർ സഭയുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ കത്തോലിക്ക സഭയിൽ കത്തോലിക്ക സൈഹിക പാരമ്പര്യമുള്ള യാക്കോബായ സഭയുണ്ട്, ഓർത്തഡോക്സ് സഭയുണ്ട്, പിന്നെ പുറത്താണെങ്കിൽ ഇറാഖിൽ അസീറിയൻ സഭയുണ്ട്, കൽദായി സഭയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെയെല്ലാം നമുക്ക് ഈ ഒരു ചിന്ത, ഇപ്പോൾ നമ്മൾ സഭ ഗ്ലോബൽ ആവുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ തരത്തിൽ ചിന്തിക്കാൻ കഴിഞ്ഞാലേ നമുക്ക് ഉരസലകളില്ലാതെ ജീവിക്കാൻ പറ്റും. അപ്പോൾ വളരെ പ്രസക്തമായ സന്ദേശമാണ് കർത്താവ് നൽകുന്നത് ഇന്നത്തെ വായനയിലൂടെ. അത് അംഗീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.